വിവാഹം കർമ്മങ്ങളുടെ കണ്ണാടി. നിങ്ങൾ വിവാഹം കഴിച്ചത് ഒരു പുരുഷനെയല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ പ്രതിബിംബത്തെയാണ്. കേൾക്കുമ്പോൾ ഇതൊരു നിഗൂഢമായ വാചകമായി തോന്നാം, എന്നാൽ ഇതിൽ ആഴമേറിയ ഒരു ആത്മീയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ ആത്മാവിനും നിങ്ങളുടെ വളർച്ചയ്ക്കായി ഒരു സന്ദേശം നൽകാനുണ്ട്. എന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിന്റെ ഏറ്റവും വ്യക്തമായ കണ്ണാടിയായി മാറുന്നു. നിങ്ങളുടെ ഭർത്താവെന്നത് കേവലം യാദൃച്ഛികമായി തിരഞ്ഞെടുത്ത ഒരു പങ്കാളി മാത്രമല്ല. നിങ്ങളുടെ ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളുടെയും ഉണങ്ങാത്ത പഴയ ശീലങ്ങളുടെയും ഉപരിതലത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്ന മറന്നുപോയ കർമ്മങ്ങളുടെയും പ്രതിഫലനമാണ് അദ്ദേഹം. അദ്ദേഹം സംസാരിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായ പ്രതികരണങ്ങൾ, അതായത് ദേഷ്യമോ വേദനയോ പ്രതിരോധമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാത്ത എന്തോ ഒന്ന് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് ജീവിതം നിങ്ങളെ കാണിച്ചു തരികയാണ്. കർമ്മത്തിന്റെ ഭാഷയിൽ വിവാഹം എന്നത് വെറുമൊരു കൂട്ടുകെട്ട് മാത്രമല്ല, രണ്ട് ആത്മാക്കൾ പരസ്പരം മിനുക്കിയെടുക്കാൻ ഒത്തുചേരുന്ന ഒരു പവിത്രമായ പാഠശാലയാണത്. ഭാര്യയുടെ പരിഹരിക്കപ്പെടാത്ത ഊർജ്ജങ്ങളെ ഭർത്താവ് പ്രതിഫലിപ്പിക്കുന്നു, തിരിച്ചും അങ്ങനെ തന്നെ. അദ്ദേഹത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹത്തിൽ നിങ്ങൾ എതിർക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ നിഴലുകളെ വെളിപ്പെടുത്തുന്നു. സത്യത്തിൽ ഉള്ളിൽ പഴയ മുറിവുകളൊന്നും ബാക്കിയില്ലെങ്കിൽ ആർക്കും നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. എപ്പോഴാണോ ഭർത്താവിനെ ഒരു ശത്രുവായി കാണാതെ സ്വന്തം കണ്ണാടിയായി കാണാൻ തുടങ്ങുന്നത്, അപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തർക്കങ്ങൾ തിരിച്ചറിവുകളായി മാറുന്നു, വേദനകൾ ബോധമായി മാറുന്നു, ബന്ധം ആത്മീയ വളർച്ചയ്ക്കുള്ള വേദിയാകുന്നു. അതുകൊണ്ടാണ് യോഗാനന്ദൻ പഠിപ്പിച്ചത്, ഓരോ ബന്ധവും, പ്രത്യേകിച്ച് വിവാഹം, നമ്മിൽ സ്നേഹവും ക്ഷമയും വിവേകവും ഉണർത്താൻ ദൈവിക ബുദ്ധിയാൽ രൂപകൽപ്പന ചെയ്തതാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്തിനാണിങ്ങനെ എന്ന് ചോദിക്കുന്നതിനു പകരം എന്റെ ഏതു ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു തുടങ്ങുക. ആ ചോദ്യമെല്ലാം മാറ്റിമറിക്കും. കാരണം ആ പ്രതിബിംബത്തോട് യുദ്ധം ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ആത്മാവ് സൗഖ്യം പ്രാപിക്കാനും നിഷ്കളങ്കമായ സ്നേഹമൊഴുകാനും തുടങ്ങുന്നു. രണ്ടാത്മാക്കൾ ഭാര്യാഭർത്താക്കന്മാരായി കണ്ടുമുട്ടുന്നതിനു മുമ്പ് തന്നെ അദൃശ്യമായ ലോകത്ത് പവിത്രമായ ചില തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിട്ടുണ്ടാകും. പരമഹംസ യോഗാനന്ദന്റെ പഠിപ്പിക്കലുകളനുസരിച്ച് ജീവിതത്തിലൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. നാം പ്രണയിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ ജീവിതം പങ്കുവെക്കുന്നതോ ആയ വ്യക്തി പോലും ആകസ്മികമായി വരുന്നവരല്ല. ഓരോ ബന്ധവും കർമ്മനിയമത്താൽ നെയ്തെടുത്ത ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. സത്യത്തിൽ ജനനത്തിനു മുൻപ് തന്നെ രണ്ടാത്മാക്കൾ പരിണാമത്തിന്റെ പാതയിൽ കുറച്ചുകാലം ഒന്നിച്ചു നടക്കാൻ പറയാത്ത ഒരു കരാർ, ഒരു ആത്മീയ ഉടമ്പടി ഉണ്ടാക്കുന്നു. ആത്മാവ് പഠിക്കാൻ, ബാക്കിയുള്ള ചില പാഠങ്ങൾ പഠിക്കാൻ പരസ്പരം സഹായിക്കാമെന്ന് അവർ വാക്കു നൽകുന്നു. ക്ഷമ, അനുകമ്പ, വിട്ടുവീഴ്ച, ശക്തി അല്ലെങ്കിൽ സമർപ്പണം എന്നിവയാണത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഈ ജന്മത്തിലെ വെറുമൊരു കൂട്ടുകാരൻ മാത്രമല്ല എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു കണ്ണാടിയാണ്, ചിലപ്പോൾ ഒരു പരീക്ഷണവുമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണർത്തുന്നു. നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ഭയങ്ങളെയും ഒപ്പം നിബന്ധനകളില്ലാതെ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും അദ്ദേഹം പുറത്തുകൊണ്ടുവരുന്നു. ചില ദിവസങ്ങളിൽ ഇത് ആനന്ദകരവും യോജിപ്പുള്ളതുമായി തോന്നും, മറ്റു ചിലപ്പോൾ ഇത് പ്രതിരോധമോ സംഘർഷമോ തെറ്റിദ്ധാരണയോ ആയി അനുഭവപ്പെടും. എന്നാൽ ഇവ രണ്ടും ഒരേ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് അതിന്റെ വളർച്ചയ്ക്കാവശ്യമായ ആളുകളെയും സാഹചര്യങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. അതിനർത്ഥം നിങ്ങളുടെ വിവാഹം ആകസ്മികമല്ല, നിങ്ങളുടെ ആത്മാവിന് വളരാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണത്. സ്നേഹം എളുപ്പമാകുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ പഠിക്കുന്നു. സ്നേഹം ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങൾ നൽകാൻ പഠിക്കുന്നു. മൗനമുണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമ പഠിക്കുന്നു. വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ കരുത്താർജിക്കാൻ പഠിക്കുന്നു. ഈ ഉയർന്ന കാഴ്ചപ്പാടിലൂടെ വിവാഹത്തെ കാണുമ്പോൾ ഭാരം കുറയുന്നതായി നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ല, മറിച്ച് അതിനെ മാറ്റിയെടുക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ വിവാഹം ഒരു പോർക്കളമല്ലാതായി മാറുന്നു, അതൊരു ക്ഷേത്രമായി മാറുന്നു. രണ്ട് ആത്മാക്കൾ പരസ്പരം ഉണർവിനായി സഹായിക്കുന്ന ക്ഷേത്രം. നമ്മൾ കാണുന്ന ഓരോ ആത്മാവും ഒരു കണ്ണാടിയാണ്. പക്ഷേ നമ്മുടെ ഭർത്താവ് അതിലേറ്റവും തെളിഞ്ഞ കണ്ണാടിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ മൗനം പോലും നമ്മുടെ സ്വന്തം ഉള്ളിന്റെ അവസ്ഥയെ കാണിച്ചു തരുന്നു. ഇതാണ് കർമ്മത്തിന്റെ വലിയ കണ്ണാടി തത്വം. നാം പഠിക്കേണ്ട പാഠം ബോധപൂർവം കാണുന്നതുവരെ ജീവിതം അത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. യോഗാനന്ദൻ വിശദീകരിച്ചതുപോലെ കർമ്മം ഒരിക്കലും ശിക്ഷയല്ല, അത് ദൈവികമായ വിദ്യാഭ്യാസമാണ്. ഭർത്താവിലെ ഏതെങ്കിലും കാര്യത്തോട് നിങ്ങൾ തീവ്രമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പതുക്കെ പറയുകയാണ്, ഉള്ളിലേക്ക് നോക്കൂ, അവിടെ വെളിച്ചം ആവശ്യമുള്ള എന്തോ ഒന്ന് ഇപ്പോഴും ബാക്കിയുണ്ട്. അദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ അടിച്ചമർത്തപ്പെട്ട അഗ്നിയെ, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കാത്ത നിങ്ങളുടെ ഭാഗത്തെ ഉണർത്തുകയാവാം. അദ്ദേഹം നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടാത്ത നിങ്ങളുടെ പഴയ മുറിവിനെ പ്രതിഫലിപ്പിക്കുകയാവാം. അദ്ദേഹം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുൻജന്മങ്ങളിൽ നിങ്ങൾ അധികാരം ദുരുപയോഗം ചെയ്തതിനെയോ അല്ലെങ്കിൽ ശക്തി അടിയറവ് വെച്ചതിനെയോ അത് ഓർമ്മിപ്പിക്കാം. ഇവയൊന്നും യാദൃശ്ചികമല്ല,
സൗഖ്യത്തിനായി വരുന്ന കർമ്മത്തിന്റെ പ്രതിധ്വനികളാണിവ. ഉപരിതലത്തിൽ സംഘർഷമായി തോന്നുന്നത് യഥാർത്ഥത്തിൽ എന്നെ ഈ പഴയ പാറ്റേണിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് ആത്മാവ് പറയുന്നതാണ്. ഭർത്താവിനെ നിങ്ങളുടെ കണ്ണാടിയായി കാണുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ തിരിച്ചറിവുകളായി മാറുന്നു. അദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിക്കുന്നതിനു പകരം അദ്ദേഹം എന്നെക്കുറിച്ച് എന്താണ് എനിക്ക് കാണിച്ചു തരുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു. ആ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ഊർജ്ജത്തെ മാറ്റുന്നു. പെട്ടെന്ന് പ്രതികരിക്കുന്നതിനു പകരം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിൽ നിങ്ങളെ ഏറ്റവും അസ്വസ്ഥമാക്കുന്നത് നിങ്ങളിൽ തന്നെ പരിഹരിക്കപ്പെടാത്ത കാര്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. യോഗാനന്ദൻ പറഞ്ഞു, നിങ്ങൾ സ്വയം മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറുന്നു. ഉള്ളിലെ ചിത്രം മാറുമ്പോൾ മാത്രമേ പുറത്തെ പ്രതിബിംബവും മാറുകയുള്ളൂ. ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഓരോ തർക്കവും സ്വയം അറിയാനുള്ള വഴിയായി മാറുന്നു. നിങ്ങൾ ആ കണ്ണാടിയെ ഭയപ്പെടുന്നില്ല, മറിച്ച് അതിനെ ബഹുമാനിക്കുന്നു. കാരണം ആ പ്രതിഫലനത്തിലൂടെ നിങ്ങളുടെ ആത്മാവ് അതിന്റെ മറന്നുപോയ വെളിച്ചത്തെ ഓർത്തെടുക്കുന്നു. ഓരോ വിവാഹവും വലിയ 3 കർമ്മപാഠങ്ങൾ വഹിക്കുന്നു: ശക്തി, സമർപ്പണം, സ്നേഹം. ജന്മങ്ങളായി ആത്മാക്കൾ ഒരുമിച്ച് വളരുന്നത് ഈ തൂണുകളിലൂടെയാണ്. യോഗയുടെ പാഠങ്ങളിൽ ഓരോ ബന്ധവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ തെറ്റിപ്പോയ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനാണ്. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അധികാരം കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുകയോ കൈകാര്യം ചെയ്യുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്തുവെങ്കിൽ ഈ ജന്മത്തിൽ വിനയവും ബഹുമാനവും വീണ്ടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആ നിയന്ത്രണത്തെ വെല്ലുവിളിക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. മറിച്ച് കഴിഞ്ഞ ജന്മത്തിൽ സ്വന്തം ശക്തി അമിതമായി വിട്ടുകൊടുക്കുകയോ സത്യം മറച്ചുവെക്കുകയോ തിരസ്കരണത്തെ ഭയന്ന് ജീവിക്കുകയോ ചെയ്തവരാണെങ്കിൽ ഇത്തവണ നിങ്ങളുടെ ശബ്ദവും സ്വയമുടപ്പും വീണ്ടെടുക്കാൻ അറിയാതെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ ആകർഷിച്ചേക്കാം. കർമ്മത്തിന്റെ കളി ഒരിക്കലും ക്രൂരമല്ല, അത് കൃത്യവും അനുകമ്പ നിറഞ്ഞതുമാണ്. സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ ആവശ്യമായ അനുഭവങ്ങൾ അത് നമുക്ക് നൽകുന്നു. ആധിപത്യത്തിനും സമർപ്പണത്തിനുമിടയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഭർത്താവിലൂടെ ജീവിതം നിങ്ങളെ പഠിപ്പിക്കുന്നു. ചില ദിവസങ്ങളിൽ നിങ്ങളുടെ സത്യം തുറന്നു പറയാൻ നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നു. മറ്റു ദിവസങ്ങളിൽ മയപ്പെടാനും വിട്ടുകൊടുക്കാനും ആവശ്യപ്പെടുന്നു. രണ്ടും ഉള്ളിലെ ശക്തിയുടെ പ്രകടനങ്ങളാണ്. ഒന്ന് സജീവമാണ്, ഒന്ന് സ്വീകരിക്കുന്നതാണ്. ഏറ്റവും ആഴത്തിലുള്ള തലത്തിൽ ഏറ്റവും വലിയ പാഠം കിടക്കുന്നു: സ്നേഹം. യഥാർത്ഥ സ്നേഹം എന്നത് വൈകാരികമായ ആശ്രയത്വമോ നിയന്ത്രണമോ അല്ല. അത് യോഗാനന്ദൻ ഹൃദയത്തിന്റെ വിവേകം എന്ന് വിശേഷിപ്പിച്ച ശാന്തവും ക്ഷമാപൂർവവുമായ സ്വീകാര്യതയാണ്. കിട്ടുന്നതിനായി സ്നേഹിക്കുന്നത് നിർത്തി സ്നേഹം എന്നത് നിങ്ങളുടെ സ്വഭാവമായതുകൊണ്ട് മാത്രം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹം പക്വത പ്രാപിക്കുന്നു. ഭയം കൂടാതെ, അഹംഭാവം കൂടാതെ, ആവശ്യങ്ങളില്ലാതെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിന്റെ ആത്മാവ് ആ പരിശീലനത്തിന്റെ ഭാഗമായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ ബന്ധം തന്നെ മാറുന്നു. അത് കർമ്മങ്ങളുടെ പോരാട്ടവേദി അല്ലാതായി മാറുന്നു, മറിച്ച് അതൊരു പവിത്രമായ കൂട്ടുകെട്ടായി മാറുന്നു. ശുദ്ധീകരിക്കപ്പെട്ട ശക്തിയിലൂടെ, ഉണർത്തപ്പെട്ട സമർപ്പണത്തിലൂടെ, പരിശുദ്ധമായ സ്നേഹത്തിലൂടെ ആത്മാവ് അതിന്റെ സന്തുലിതാവസ്ഥ കണ്ടെത്തുകയും ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അഹംഭാവത്തിന്റെ ആദ്യത്തെ ഉൾപ്രേരണ എപ്പോഴും തിരിച്ചടിക്കുക, ന്യായീകരിക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നതാണ്. എന്നാൽ പ്രതികരിക്കുന്നതിന് പകരം നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം ആത്മാവിന്റെ വഴി ആരംഭിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിന്റെ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമ്പോൾ ആ നിമിഷം പവിത്രമാണ്. അതൊരു ശിക്ഷയല്ല, നിങ്ങളെത്തന്നെ കൂടുതൽ വ്യക്തമായി കാണാനുള്ള അവസരമാണത്. യോഗാനന്ദൻ എപ്പോഴും പറയുമായിരുന്നു, ശാന്തതയാണ് ആത്മാവിന്റെ ബലിപീഠം. ശാന്തതയിൽ മാത്രമേ നമുക്ക് സത്യം കാണാൻ കഴിയൂ. വികാരങ്ങൾ ഉയരുമ്പോൾ ആദ്യമൊന്ന് നിൽക്കുക, ഒരു ശ്വാസമെടുക്കുക, മൗനം പാലിക്കുക. മൗനം ബലഹീനതയല്ല, അത് ആത്മീയ ബുദ്ധിയാണ്. പിന്നീട് നിങ്ങളുടെ ഉള്ളിലെ വികാരത്തെ പതുക്കെ നിരീക്ഷിക്കുക. സ്വയം ചോദിക്കുക, ഇത് യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ്? ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ സംസാരരീതിയല്ല നിങ്ങളെ വേദനിപ്പിക്കുന്നത്, മറിച്ച് കേൾക്കപ്പെടാതെ പോയതോ അവഗണിക്കപ്പെട്ടതോ ആയ പഴയൊരു ഓർമ്മയാകാം. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ അകലം ഉപേക്ഷിക്കപ്പെട്ടതിന്റെ പഴയൊരു മുറിവിനെ തൊട്ടുണർത്തുകയാവാം. ആ വികാരത്തിന് പേര് നൽകുന്നതോടെ നിങ്ങൾ അതിന്റെ ശക്തി എടുത്തുമാറ്റുന്നു. പ്രതികരണം ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളെ തിരിച്ചറിവ് ഇല്ലാതാക്കാൻ തുടങ്ങുന്നു. അടുത്ത ഘട്ടം ആ പ്രതിബിംബത്തെ അനുഗ്രഹിക്കുക എന്നതാണ്. മനസ്സിൽ പറയുക, എനിക്ക് മാറ്റം ആവശ്യമുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നതിന് നന്ദി. ഇത് ലളിതമായി തോന്നാം, പക്ഷേ ആത്മീയ വിജയത്തിന്റെ സത്ത ഇതാണ്: വേദനയെ ശുദ്ധീകരണമായി മാറ്റുക. മറ്റൊരാളിൽ നിന്ന് മാറ്റം ആവശ്യപ്പെടുന്നതിനു പകരം നിങ്ങൾ സ്വയം മാറുന്നു. നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻ മാറുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യവും ആ സമാധാനം തിരികെ നൽകാൻ തുടങ്ങുന്നു. കാലക്രമേണ ഈ ശീലം എളുപ്പമായിത്തീരുന്നു. മുൻപ് തർക്കിച്ചിരുന്നിടത്ത് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. മുൻപ് എതിർത്തിരുന്നിടത്ത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. കണ്ണാടി അവിടെത്തന്നെയുണ്ടാകും, പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. ഭർത്താവിന്റെ പെരുമാറ്റമല്ല നിങ്ങളുടെ സമാധാനം തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ പ്രതികരണമാണ് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നത്. കാരണം നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കർമ്മം അഴിഞ്ഞു തുടങ്ങുന്നു. നിങ്ങളിനി അതിന്റെ ഭാരത്തിന് കീഴിലല്ല ജീവിക്കുന്നത്.
ദൈവിക പ്രതിഫലനത്തിലൂടെ പഠിക്കുന്ന ഒരു ബോധമുള്ള സ്നേഹമുള്ള ആത്മാവായി നിങ്ങളതിനു മുകളിൽ ജീവിക്കുന്നു. കർമ്മം മനസ്സിലാക്കുന്നതുവരെ മാത്രമേ അതിന് ഭാരം തോന്നുകയുള്ളൂ. ബോധം കടന്നുവരുന്ന നിമിഷം കർമ്മം മയപ്പെടാൻ തുടങ്ങുന്നു. ഒരിക്കൽ സഹനമായി തോന്നിയത് കൃപയായി മാറുന്നു. യോഗാനന്ദൻ മനോഹരമായി പറഞ്ഞു, ആത്മാക്കൾക്കിടയിലുള്ള എല്ലാ മതിലുകളെയും തകർക്കുന്ന വെളിച്ചമാണ് സ്നേഹം. ഭർത്താവിനെ വേദനയുടെ ഉറവിടമായി കാണാതെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ദൈവത്തിന്റെ ഉപകരണമായി കാണാൻ തുടങ്ങുമ്പോൾ പവിത്രമായ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ തുടങ്ങുന്നു. കുറ്റപ്പെടുത്തലിന്റെയും നീരസത്തിന്റെയും മതിലുകൾ തകരാൻ തുടങ്ങുകയും സ്നേഹം ശാന്തവും ക്ഷമാപൂർവവും പക്വവുമായ സ്നേഹം നിശബ്ദമായി ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ജീവിതം കാണിച്ചു തരുന്നതിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം കൃപ പ്രത്യക്ഷപ്പെടുന്നു. ഒരിക്കൽ സഹിക്കാൻ കഴിയാത്തതായി തോന്നിയ ഓരോ സാഹചര്യവും ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവാകുന്നു. ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ച തർക്കം ക്ഷമയുടെ പാഠമായി മാറുന്നു. ഒരിക്കൽ നിങ്ങളെ ഭയപ്പെടുത്തിയ മൗനം ഉള്ളിലെ നിശബ്ദതയിലേക്കുള്ള വിളിയായി മാറുന്നു. ഒരിക്കൽ തണുപ്പായി തോന്നിയ അകലം സ്വന്തം ഹൃദയവുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള ക്ഷണമായി മാറുന്നു. ഇങ്ങനെയാണ് കർമ്മം മാറുന്നത്. ഒളിച്ചോടുന്നതിലൂടെയല്ല, മറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ. ചിലപ്പോൾ പാഠം പൂർത്തിയാകുമ്പോൾ രണ്ട് ആത്മാക്കൾക്കിടയിലുള്ള ഊർജ്ജം മാറുന്നു. നിങ്ങളുടെ വളർച്ചയെ ഒരിക്കൽ എതിർത്ത അതേ പങ്കാളി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉയരാൻ തുടങ്ങിയേക്കാം. മറ്റു ചിലപ്പോൾ കർമ്മബന്ധം സ്വാഭാവികമായി അയയുകയും രണ്ട് ആത്മാക്കൾ കയ്പില്ലാതെ നിശബ്ദമായ നന്ദിയോടെ വഴിപിരിയുകയും ചെയ്തേക്കാം. രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് പതുക്കെ നയിക്കുന്ന കൃപ അവിടെയുണ്ട്. കർമ്മം കൃപയായി മാറുമ്പോൾ സ്നേഹത്തിന് നിബന്ധനകളില്ലാതാകുന്നു. സമാധാനം ലഭിക്കാൻ മറ്റൊരാൾ പ്രത്യേക രീതിയിൽ പെരുമാറണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ലാതാകുന്നു. സമാധാനം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഓർമ്മിക്കപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾ ദൈവിക സ്നേഹത്തിന്റെ ഒരു ഉപകരണമായി മാറുന്നു. സുസ്ഥിരവും ക്ഷമിക്കുന്നതും സ്വതന്ത്രവുമായ ഒന്ന്. ആ നിമിഷം മുതൽ നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ അതിന്റെ ഓർമ്മയോ പോലും പവിത്രമായി മാറുന്നു. കാരണം അത് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു: ആത്മാവിനെ കൃപയിലേക്ക് ഉണർത്തുക എന്നത്. ഉയർന്ന തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ദൈവിക ലീലയാണ്. കർമ്മത്താൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ കൈകളാൽ നയിക്കപ്പെടുന്ന ഒരു തിരക്കഥയിലെ വേഷങ്ങൾ മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും അഭിനയിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ നിന്ന് വേറിട്ട ഒരാളല്ല. ഒരേ പ്രപഞ്ചബോധത്തിന്റെ മറ്റൊരു രൂപമാണത്. മറ്റൊരു കഥ പറയുന്നു, എങ്കിലും നിങ്ങളുടെ പങ്കിട്ട പരിണാമത്തിന്റെ ഭാഗമാണത്. ജീവിതം ഒരു പ്രപഞ്ച നാടകമാണെന്നും നമ്മൾ കൃപയോടും ബോധത്തോടും കൂടി നമ്മുടെ ഭാഗങ്ങൾ അഭിനയിക്കാൻ പഠിക്കുന്ന അഭിനേതാക്കളാണെന്നും യോഗാനന്ദൻ അന്വേഷകരെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ഈ ദൈവിക കാഴ്ചപ്പാടിലൂടെ ഭർത്താവിനെ നോക്കുമ്പോൾ വിധികൾ ഇല്ലാതാകുന്നു. ശരിയോ തെറ്റോ നല്ലതോ ചീത്തയോ എന്ന് നോക്കാതെ യാത്രയിലുള്ള ഒരാത്മാവായി മാത്രം നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നു. നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും തെറ്റുകൾ പോലും പഠനത്തിന്റെയും വളർച്ചയുടെയും വലിയ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാവുന്നതായി മാറുന്നു. അദ്ദേഹത്തെ മാറ്റാനല്ല, മറിച്ച് രണ്ടുപേരും തങ്ങളുടെ യഥാർത്ഥ പ്രകൃതിയിലേക്ക് ഉണരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നടക്കാനാണ് നിങ്ങൾ ഇവിടെയുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഇവിടെയാണ് സ്നേഹം അനുകമ്പയായി മാറുന്നത്. ശുദ്ധവും ക്ഷമാപൂർവവും അതിരുകളില്ലാത്തതുമായ അനുകമ്പ. ദേഷ്യം മായുന്നു, നിയന്ത്രണം അയയുന്നു, ജയിക്കണമെന്ന വാശിയില്ലാതാകുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ ഉറവിടത്തിലേക്ക് മടങ്ങുന്ന ദൈവിക സഞ്ചാരികളാണെന്ന് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ വെല്ലുവിളികൾ പോലും പവിത്രമായി മാറുന്നു, കാരണം അവ ആത്മാവിനെ രൂപപ്പെടുത്തുന്ന ഉളികളാണ്. ഈ തിരിച്ചറിവിൽ വിവാഹം ധ്യാനമായി മാറുന്നു, മറ്റൊരു വ്യക്തിയിൽ ദൈവത്തെ കാണാനുള്ള ദൈനംദിന പരിശീലനം. എപ്പോഴാണോ ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നീയും ഞാനും ആത്മാവിലൊന്നാണ് എന്ന് നിശബ്ദമായി പറയാൻ കഴിയുന്നത്, അപ്പോൾ കർമ്മകഥ അവസാനിക്കുകയും ദൈവിക സ്നേഹം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് പരമമായ സ്വാതന്ത്ര്യം. രണ്ടാത്മാക്കൾ തങ്ങൾ ഒരിക്കലും വേറിട്ടവരായിരുന്നില്ല. ഒരേ അനശ്വരമായ ദൈവിക ലീലയിൽ വ്യത്യസ്ത വേഷങ്ങൾ അഭിനയിക്കുകയായിരുന്നു എന്ന് ഓർമ്മിക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട അന്വേഷകരെ, അടുത്ത തവണ ഭർത്താവ് നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തുന്ന എന്തെങ്കിലും പറയുമ്പോൾ ഒരു നിമിഷം നിൽക്കുക. കണ്ണുകളടച്ച് ഉള്ളിൽ പതുക്കെ പറയുക, ഇതും ഞാൻ തന്നെയാണ്. ഇതും എന്നെ പഠിപ്പിക്കുന്ന സ്നേഹം തന്നെയാണ്. കാരണം ജീവിതം നിങ്ങൾക്കെതിരെ സംഭവിക്കുന്നതല്ല, അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ വിവാഹത്തിലെ ഓരോ വാക്കും, ഓരോ മൗനവും, ഓരോ നിമിഷവും നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ പ്രകാശമാനമാക്കാൻ പ്രപഞ്ചം നൽകുന്ന അവസരമാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം മയപ്പെടുകയും ഒരിക്കൽ വേദനയായി തോന്നിയത് ദൈവിക കൃപയായി കാണപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. സത്യം ഇതാണ്: നിങ്ങൾ വിവാഹം കഴിച്ചത് ഒരു പുരുഷനെയല്ല. നിങ്ങൾ വിവാഹം കഴിച്ചത് നിങ്ങളുടെ പ്രതിബിംബത്തെയാണ്, നിങ്ങളുടെ ഗുരുവിനെയാണ്. നിങ്ങളെ ഉണർത്താൻ ദൈവം സ്നേഹപൂർവ്വം അയച്ച നിങ്ങളുടെ കർമ്മദർപ്പണത്തെയാണ്. ഈ പവിത്രമായ കാഴ്ചപ്പാടിലൂടെ ബന്ധത്തെ കാണാൻ തുടങ്ങുമ്പോൾ എല്ലാം എന്നേക്കുമായി മാറുന്നു. സംഘർഷമുണ്ടായിരുന്നിടത്ത് സമാധാനമൊഴുകുന്നു, വേദനയുണ്ടായിരുന്നിടത്ത് അനുകമ്പ വളരുന്നു. സ്നേഹം എന്നത് ഒരിക്കലും സ്വന്തമാക്കലായിരുന്നില്ല, മറിച്ച് അതെപ്പോഴും പരിണാമമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു.
ഈ വാക്കുകൾ നിങ്ങളിൽ അനുരണനമുണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ കമന്റുകളിൽ പങ്കുവയ്ക്കാൻ ഒരു നിമിഷമെടുക്കുക. ഈ വീഡിയോ നിങ്ങളിൽ എന്താണ് ഉണർത്തിയത് എന്ന് എന്നോട് പറയുക. അല്ലെങ്കിൽ ഈ പവിത്രമായ സ്ഥലത്തേക്ക് സമാധാനത്തിന്റെ തരംഗങ്ങൾ അയക്കാൻ ജയ് ഗുരുദേവ് എന്നെഴുതുക. നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ ഉദ്ദേശ്യം, നിങ്ങളുടെ സാന്നിധ്യം എന്നിവയെല്ലാം ഈ ദൈവിക ബോധത്തിന്റെ സന്ദേശം ആവശ്യമുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാക്കൾ ജന്മങ്ങളിലൂടെ പരസ്പരം തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ കർമ്മബന്ധങ്ങളെ എങ്ങനെ കൃപയോടെ മോചിപ്പിക്കാം എന്നതിനെക്കുറിച്ചോ? നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് താഴെ കമന്റ് ചെയ്യുക. ആ രഹസ്യത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. അതുവരെ ശാന്തമായിരിക്കുക, ബോധവാനായിരിക്കുക. ഓർക്കുക, സ്നേഹമാണ് ആത്മാവിന്റെ ഏറ്റവും വലിയ യോഗ. കൈകൾ കൂപ്പി സമാധാനം നിറഞ്ഞ ഹൃദയത്തോടെ.